ഹലോ നമസ്കാരം. JP പഞ്ചാസിൻ ആയുർവേദിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് വേലിപ്പരുത്തി പണ്ട് കാലം മുതലേ നമ്മുടെ പൂർവികർ ക്ഷതങ്ങൾക്ക് പ്രധാനമായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു പച്ചില മരുന്നാണ്. ഇതൊരു വള്ളിച്ചെടിയാണ്. ക്ഷതമെന്ന് പറയുന്നത് സിദ്ധവൈദ്യപ്രകാരം 12 പടുമർമ്മങ്ങൾക്ക് ഉണ്ടാവുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ 12 പടുമർമ്മത്തിൻ്റെ സഞ്ചാര മാർഗങ്ങളിലുള്ള ദോഷങ്ങൾ അകറ്റുന്നതിന് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ മരുന്നാണ് വേലിപ്പരുത്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ വള്ളിയിൽ ചെറിയ രോമത്തോട് കൂടിയിട്ടുള്ള അത്യാവശ്യം പടർന്നു കയറുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് 2 തരമുണ്ട്. കാട്ട് വേലിപ്പരുത്തി എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കുമെങ്കിലും ഇത് ഔഷധ ഗുണമില്ല. അത് ഏകദേശമുള്ള ആയുർവേദ മരുന്നുകൾക്കും 2 ഇനം ഉണ്ട്. അതിൽ ഔഷധ ഗുണം കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഇത് മുരിങ്ങയിൽ വളർത്തി വിട്ടാലാണ് ഔഷധ ഗുണം കൂടുന്നതെന്നാണ് നമ്മുടെ പൂർവികർ പറയാറുള്ളത്. മുരിങ്ങയിൽ വളരുന്ന വേലിപ്പരുത്തിക്ക് ഔഷധ ഗുണം കൂടുമെന്ന്. ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ നല്ല നാടൻ കോഴിമുട്ട ചെറുതായിട്ടൊന്ന് വാട്ടി അതിലൊരു 3-4 ഇല നല്ലവണ്ണം ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ ചാറ് ഈ വാട്ടിയ മുട്ടയിലൊഴിച്ച് കിടഞ്ഞ് കുടിക്കുകയാണ് സാധാരണ പതിവ്. നല്ല കയ്പ്പ് കാണും, എന്നിരുന്നാലും ഔഷധ ഗുണമുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ രോഗത്തിനൊരു ശമനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ആയുർവേദ മരുന്നുകളുമായിട്ട് ഇനിയും വീഡിയോകൾ ചെയ്യുന്നതാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.